ചോദ്യപേപ്പർ ചോർച്ച വിവാദം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധം. പെരുമ്പാവൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും മറ്റു നേതാക്കളെയും ആക്രമിച്ച നടപടിയിൽ വ്യാപക പ്രതിഷേധം. പെരുമ്പാവൂരിൽ സംയുക്ത കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് ഇന്ദിരാഭവൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. ഗാന്ധി സ്ക്വയറിൽ ചേർന്ന പ്രതിഷേധ യോഗം മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്യാബിനറ്റ് റാങ്കുള്ള, ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്ര പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പോലും വലിച്ചടച്ച് വളരെ ക്രൂരമായി, മോശമായി പെരുമാറിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പോലീസ് പ്രതിപക്ഷ സമരത്തെ നേരിട്ടത്. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും നമ്മുടെ പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് MPയും ഉൾപ്പെടെ ബഹുമാന്യായിട്ടുള്ള ബെന്നി ബെഹനാനും ഹൈബി ഈഡനും അതുപോലെ VK ശ്രീകണ്ഠൻ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള നമ്മുടെ MPമാരെ എല്ലാം വലിച്ചടച്ച് വളരെ ക്രൂരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദിയുടെ പോലീസ് ഇന്നലെ ഡൽഹിയിൽ നരനായാട്ട് നടത്തിയത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ രാജ്യതലസ്ഥാന തെരുവിലേക്ക് ഇറങ്ങിയപ്പോ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തിയപ്പോൾ ആ സമരത്തെ ജനാധിപത്യ രീതിയിൽ നേരിടുന്നതിന് പകരമായി ഏകാധിപത്യ രീതിയിലൂടെ അടിച്ചമർത്താൻ ശ്രമിച്ച നരനായാട്ടിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരമാണ് ഇന്ന് രാജ്യത്തെമ്പാടും ആഞ്ഞടിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയതുകൊണ്ടോ കോൺഗ്രസിന്റെ MPമാരെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ഈ രാജ്യത്ത് പ്രതിഷേധം അവസാനിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കണം. രാജ്യത്തെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നീറ്റ് പരീക്ഷ. ലക്ഷക്കണക്കിന് കുട്ടികൾ 2 വർഷക്കാലം +1 പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴും 10ാം ക്ലാസ് മുതൽ അവർ പഠിക്കുകയാണ്. ഒരു 3-4 വർഷക്കാലത്തെ അവരുടെ അധ്വാനമാണ് നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ആ നീറ്റ് പരീക്ഷ ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായി സുതാര്യമായി നടക്കേണ്ട നീറ്റ് പരീക്ഷയിൽ പോലും ക്രമക്കേട് നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അട്ടിമറിക്കുന്ന നിലപാടുമായിട്ടാണ് നരേന്ദ്രമോദി കൂട്ടാളികളും മുന്നോട്ട് പോയത്. ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി സലീം, രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയ് പൂണേലി, O ദേവസി, UDF കൺവീനർ PK മുഹമ്മദ് കുഞ്ഞ്, CK രാമകൃഷ്ണൻ, ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ശശി, രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, വെങ്ങോല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VH മുഹമ്മദ്, മുടക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AT അജിത് കുമാർ, സാബു ആന്റണി, MG സന്തോഷ്, മാത്യൂസ് തരകൻ, PP എൽദോസ്, ഒക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KO ജോണി എന്നിവർ നേതൃത്വം നൽകി. അങ്ങ് ഡൽഹിയിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കന്മാരെ റോട്ടിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോവുകയും ചെയ്ത ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ്. നമ്മൾ കേരളത്തിൽ കണ്ടതാ. പിണറായി വിജയൻ നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും തള്ളി. ഇനിയും ഭരണം കിട്ടും, അത് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചായിരുന്നു തല്ലിയതൊക്കെ. ഇതെല്ലാം തിരിച്ചു വരും, ദൈവനിശ്ചയമാണ് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഡൽഹിയിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവുകയും ചെയ്താൽ ഇതിനെല്ലാം ഞങ്ങൾ തിരിച്ചടി ഉണ്ടാവും.
ഞങ്ങളെ നേതാക്കന്മാരെ റോട്ടിലൂടെ വലിച്ചെഴിച്ചതിന് സമാധാനം പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയെയും നേതാക്കളെയും ആക്രമിച്ചതിനെയും അറസ്റ്റ് ചെയ്തതിനെയും നേതാക്കൾ അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.